ആ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും ഓതുന്നത് പുണ്യമാണ്. സൂറത്ത് യാസീൻ മരണം ആസന്നമായവരുടെ സമീപത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. മരിച്ചു കിടക്കുന്ന മയ്യിത്തിനെടുക്കലും അത് ഓതൽ സുന്നത്താണ്. രണ്ടിനും തെളിവ് ഇഖ്റഊ അലാ മൗതാകും യാസീൻ എന്ന ഹദീസ് തെളിവാണെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കൊണ്ടുവന്നു വെച്ചത് തുഹ്ഫ എന്ന കിതാബാണ്. അത് 10 വാള്യമാണ്. അത് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ കിതാബാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനിയിൽ ദീനി ഖിദ്മത്ത് ചെയ്ത് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പ്രധാന ഗുരുവാണ്. ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബാണത്. ആ ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ മരണം ആസന്നമായവരുടെ സമീപത്തും മരിച്ച മയ്യിത്തിന്റെ സമീപത്തുമെല്ലാം ഖുർആൻ ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ യാസീൻ സൂറത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് പോകാം. കണ്ണിൽ മരുന്നിട്ടിച്ചു കൊടുക്കുമ്പോൾ കണ്ണ് തുറന്ന് പിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മൂക്കിന്റെ മുകളിലാവും, കണ്ണിലാവില്ല. ഒരു കടയിൽ പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ കുപ്പി നേരെ പിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തീർത്തും തറയമലുണ്ടാവും. ഇതുപോലെ ഖുതുബ ഓതുമ്പോൾ ഖതീബിനെ തന്നെ ശ്രദ്ധിക്കണം. ദർസ് നടത്തുമ്പോൾ ഉസ്താദിന്റെ വായിൽ തന്നെ മുതഅല്ലിമീങ്ങളുടെ ശ്രദ്ധ. വേറെ ഒരു സ്ഥലത്തേക്കും പോകരുത്. ഉസ്താദിന്റെ തൊള്ളയിൽ കിതാബിൽ വേറെ ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. ഇതുപോലെ ഒരാശയം കേൾക്കുമ്പോൾ പറയുന്ന ആളിലേക്ക് മാത്രം ശ്രദ്ധിക്കണം. വേറെ സംഭവങ്ങൾ പലതും നടക്കുമ്പോൾ അങ്ങനെ നടന്നോട്ടെ, അതൊന്നും ഇപ്പം നമുക്ക് ഇല്ലാണ്ടാക്കാനും കഴിയില്ല, ഉണ്ടാക്കാനും കഴിയില്ല. ഈ മൈക്കൊന്ന് കൃത്യമായി തുറന്നാൽ. സുഹൃത്തുക്കളെ, എല്ലാ ദിവസവും രാത്രിയിൽ മഗ്രിബിന്റെ ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകം മോദൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തു തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക്. അതിന് വേറെയും ഒരുപാട് പേരുകളുണ്ട്. ആ 2 സൂറത്തുകളിൽ സൂറത്ത് യാസീനിന്റെ അവസാനം, സൂറത്തുൽ മുൽക്കിന്റെ തുടക്കം, രണ്ടും അല്ലാഹുവിന്റെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അല്ലാഹുവിന് മാത്രമാണ് അധികാരം, വേറെ ആർക്കും ഇവിടെ ഒരു അധികാരവുമില്ല. ആർക്കെങ്കിലും വല്ല അധികാരങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം റബ്ബ് കൊടുക്കുന്നത് മാത്രമാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ. എല്ലാ നന്മകളും അല്ലാഹുവിങ്കലാണ്. എല്ലാ അധികാരവും റബ്ബിന് മാത്രമാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പ്രസംഗിക്കുമ്പോൾ താടി മുളച്ചിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ താടി മുളച്ചപ്പോൾ ആ താടി മുഴുവനും കറുത്തതായിരുന്നു. ഇപ്പോഴതെല്ലാം വെളുത്തു. പക്ഷേ എന്നോട് സമ്മതം ചോദിച്ചിട്ടല്ലല്ലോ എൻ്റെ താടിരോമം മുളച്ചതും എൻ്റെ താടിരോമത്തിന്റെ കളർ മാറിയതും. എൻ്റെ അനുമതി വാങ്ങിയിട്ടല്ല. കാരണം എൻ്റെ താടിയിലോ എൻ്റെ ശരീരത്തിലോ എനിക്കധികാരമില്ല. അധികാരമുള്ളവൻ അവൻ്റെ അധികാരം നടപ്പാക്കുകയാണ്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഏത് അമേരിക്കയുടെ പ്രസിഡന്റായാലും, ഏത് ചൈനയുടെ പ്രധാനമന്ത്രിയായാലും, ഏത് രാഷ്ട്രത്തിന്റെ അധിപനായാലും അവനവന്റെ ശരീരത്തിൽ ഒരു രാഷ്ട്രത്തലവനും അധികാരമില്ല. അവന്റെ കരളിന് ക്യാൻസർ വരുമ്പോ, അവന്റെ ഹാർട്ട് ഫെയിലാകുമ്പോ,
അവന്റെ കിഡ്നിക്ക് കേടുവരുമ്പോ, അവന്റെ ക്രിയാറ്റിൻ കൂടുമ്പോ, അവന്റെ ബ്രെയിനിന് പ്രശ്നം വരുമ്പോ, അവന്റെ പ്രഷർ വർദ്ധിക്കുമ്പോ, അവന്റെ പ്രഷറാകുമ്പോ, അവിടെയൊന്നും അവനോട് സമ്മതം ചോദിച്ചിട്ടല്ലല്ലോ അവന്റെ ജീവിതത്തിൽ, അവന്റെ ശരീരത്തിൽ പ്രവർത്തനം നടക്കുന്നത്. ആ പ്രവർത്തനം നടത്തുന്നവനാരാണ്? അതവനല്ലെന്നുറപ്പാണ്. ഇനിയോ ലോകത്ത് എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും ശരി, ആ ശാസ്ത്രത്തിന്റെയും കഥ ഇത് തന്നെയല്ലേ? അവൻ അധികാരമുണ്ടോ? ഇനി നിങ്ങൾ നോക്കൂ, അവൻ ജനിച്ചത് എപ്പോഴാണ്? ഞാൻ ജനിച്ചത്, എനിക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു തിങ്കളാഴ്ച ജനിക്കണമെന്ന്. പക്ഷേ ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച ആയില്ല. എന്തേ കാരണം? ജനിക്കേണ്ട ദിവസം തീരുമാനിക്കാൻ എനിക്ക് അധികാരമില്ല. ഇനിയോ സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, സിറാജുൽ ഹുദയിലേക്ക് ഞാൻ എൻ്റെ സ്വത്ത് മുഴുവനും തരികയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ തീർത്തും കൊടുക്കണ്ട, കുറച്ചവിടെ വെക്കണം. അവസാനം അദ്ദേഹം നിർബന്ധിച്ചു. എന്നിട്ടും ഞാൻ വകവെച്ചു കൊടുത്തില്ല. വീടും 10 സെന്റ് സ്ഥലവും അവിടെ വെച്ചു. ബാക്കി അദ്ദേഹത്തിന് കൊടുക്കാൻ സൗകര്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉംറക്ക് പോകാൻ 1,00,000 ഉറുപ്പിക വേണം. അത് ഞാൻ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉംറക്ക് പോയാൽ അവിടുന്ന് മരിക്കണം. ഞാൻ പറഞ്ഞു, അത് എന്റെയോ നിങ്ങളുടെയോ അധികാരത്തിലല്ല. എവിടെ വെച്ച് മരിക്കണമെന്നത് തീരുമാനിക്കുന്നവൻ ഞാനല്ല, നിങ്ങളല്ല. എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിക്കുന്നവൻ ഞാനല്ല, നിങ്ങളല്ല. അത് റബ്ബ് തീരുമാനിച്ച സ്ഥലത്ത് വെച്ച് അവൻ തീരുമാനിച്ച സമയത്ത് മരിക്കും. ഒരാൾ ഉദ്ദേശിച്ചത് കൊണ്ട് മരിച്ചോളണം എന്നില്ല. അദ്ദേഹം ഉംറക്ക് പോയി സുഖസുന്ദരമായി തിരിച്ചു വന്നു. ദിവസം കുറെ കഴിഞ്ഞു, അല്ലെങ്കിൽ മാസം കുറെ കഴിഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നാണ്. അല്ലാഹു അദ്ദേഹത്തിന് ഖബറിൽ സന്തോഷം നൽകട്ടെ. ആർക്കാണ് ഇവിടെ മരിക്കുന്ന ദിവസം തീരുമാനിക്കാൻ അധികാരമുള്ളത്? ആർക്കാണ് ഇവിടെ ജനിക്കുന്ന ദിവസം തീരുമാനിക്കാൻ അധികാരമുള്ളത്? ഏത് യുക്തിവാദിയോ നിരീശ്വരവാദിയോ അവന് തീരുമാനിക്കാൻ അധികാരമുണ്ടോ അവന്റെ ജന്മദിനം? അവന് തീരുമാനിക്കാൻ അധികാരമുണ്ടോ അവന്റെ മരണദിനം? ഇനിയോ അവനുള്ളത് എന്താണെങ്കിലും ശരി, എത്ര കാതുള്ളവരുണ്ട് പക്ഷേ കേൾവി ശക്തിയില്ല. എത്ര കണ്ണുള്ളവരുണ്ട്, അവർക്ക് കണ്ണിന് കാഴ്ച ശക്തിയില്ല. എത്ര കൈയുള്ളവരുണ്ട്, അവർക്ക് കൈക്ക് ശക്തിയില്ല. കാലുണ്ട് പക്ഷേ നടക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ വന്നാൽ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, മനസ്സുകളുണ്ട്, ഹൃദയങ്ങളുണ്ട്, ബ്രെയിനുണ്ട്, പക്ഷേ ചിന്തിക്കാൻ കഴിയുന്നില്ല. ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവനാണല്ലോ അല്പവും ബുദ്ധിയില്ലാത്ത യുക്തിവാദി. അവനാണല്ലോ അല്പവും ബുദ്ധിയില്ലാത്ത ഇസ്ലാമിക വിരോധി. ഓ മുസ്ലിം സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. ഒരു മനുഷ്യന് ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ യജമാനനായ റബ്ബ് അവന് രാത്രിയും പകലും ഒരുപോലെയാണ്. അവൻ ആളുകളുള്ള സ്ഥലവും ഇല്ലാത്ത സ്ഥലവും ഒരുപോലെയാണ്. അവൻ കാണാത്തതില്ല, അവൻ കേൾക്കാത്തതില്ല. സമീഉം ബസീർ. അവന്റെ കാഴ്ച മറ്റൊരാൾ കൊടുത്തിട്ടുള്ള കാഴ്ചയല്ല. അവന്റെ കേൾവി വേറെ ഒരാൾ കേൾപ്പിച്ചിട്ടുള്ള കേൾവിയല്ല. അവൻ കേൾക്കാത്തതൊന്നുമില്ല, കാണാത്തതൊന്നുമില്ല, സ്വന്തമായി ഉള്ളവനാണവൻ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമുഹു ബിന്നഫ്സി വഹ്ദാനിയ മുനസ്സഹുൻ ഔസാഫു സനിയ. ആ യജമാനനായ റബ്ബ് എന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ കാണുന്നു, കേൾക്കുന്നു. ആ യജമാനനായ റബ്ബ് അവനല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല. അവൻ ഉദ്ദേശിക്കാത്തത് ഒരാൾക്കും നേടാൻ കഴിയൂല. അവൻ ഉദ്ദേശിച്ചതോ ആർക്കും നഷ്ടപ്പെട്ടു പോകൂല. ഞാനതിപ്പോൾ വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഫറോവ ചക്രവർത്തി എന്ന് പറയുന്ന ഫിർഔൻ,
ആ ഫിർഔൻ ഒരു തീരുമാനമെടുത്തു, ചെറിയ പിഞ്ചുമക്കളെ മുഴുവനും കൊന്നുകളയണം. എന്തിനാണത്? അവന്റെ അധികാരം നിലനിൽക്കാൻ അത് ആവശ്യമാണെന്നവന് തോന്നി. കാരണം ഒരു കുട്ടിയുടെ ജന്മം അവന്റെ നാശത്തിന് കാരണമാകുമെന്നാരോ പറഞ്ഞു. അവന്റെ ഒരു വിഡ്ഢിത്തം നോക്കൂ നിങ്ങൾ. അവൻ ഒരുപാട് ചെറിയ പിഞ്ചുമക്കളെ കൊന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷേ അവന്റെ നാശത്തിന് കാരണമാകുന്ന കുട്ടിയെ അല്ലാഹു ജല്ല ജലാലുഹു, അത് മൂസാ നബി അലൈഹിസ്സലാമാകുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ അല്ലാഹു അവന്റെ കൊട്ടാരത്തിൽ അവന്റെ കൺമുമ്പിൽ പ്രസവിച്ച അടുത്ത സമയം തന്നെ എത്തിച്ചു. ആ കുട്ടിയെ കൊല്ലാൻ അവന് തോന്നിയില്ല, ആ കുട്ടിയെ പോറ്റാനാണ് അവന് തോന്നിയത്. ആരാണിവിടെ? മനുഷ്യന്റെ ഉദ്ദേശങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആരാണ്? വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങൾ ആരെന്തുദ്ദേശിക്കണമെങ്കിലും അല്ലാഹു ഉദ്ദേശിക്കണം. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യം ഉദ്ദേശിക്കാൻ പോലും ആർക്കും കഴിയില്ല. ഫറോവ ചക്രവർത്തിക്ക് തോന്നിയത് കുട്ടിയെ പോറ്റണമെന്നാണ്. ആ കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റുന്ന സ്ത്രീകളെ തെരഞ്ഞ് അവസാനം കിട്ടിയത് മൂസാ നബിയുടെ ഉമ്മയാണ്.